ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൺലൈനായിട്ടുള്ള ഒരു ലിസ്റ്റ് ഐറ്റംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലിസ്റ്റ് ഐറ്റംസിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, അതായത് ആദ്യം കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. ഈ ലിസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം, അതായത് ഹോം പേജിൽ തന്നെ നമുക്ക് കാണുന്ന ലിസ്റ്റിനെയാണ് നമ്മൾ ലിസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇതൊരു ലിസ്റ്റാണ്. ഇതൊക്കെ ലിസ്റ്റാണ്, പക്ഷേ ഓരോ ലിസ്റ്റും വ്യത്യസ്തമായ ലിസ്റ്റാണ്. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഒരേ ഒരു ടെക്സ്റ്റ് മാത്രമുള്ള ലിസ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഒരു ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവൂ, വേറെ എന്തുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരു ഐക്കൺ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഓരോ കാര്യത്തിന് ഓരോ ഫംഗ്ഷനാണ് ഇതിൻ്റെയൊക്കെ, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെന്ന് പറയുന്നത് കസ്റ്റമായിട്ട്, അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഐക്കൺ ഉണ്ടായിരിക്കും. ഇതൊരു തരം ലിസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വാട്സപ്പിലും അതേപോലെ തന്നെ ടെലിഗ്രാമിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു അതായത് ഹോം പേജിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ലിസ്റ്റ് ഐറ്റംസ്. ഇത് ഞാൻ ഫുള്ള് സിംഗിളായിട്ടാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ നമുക്ക് സിംഗിളായിട്ടുള്ള ഒരു ലിസ്റ്റ് ഐറ്റംസിനെ മൾട്ടിപ്പിളായിട്ട് പ്രിൻ്റ് ചെയ്യാനൊന്ന് കാണിച്ച് തന്നിട്ടുണ്ട്. അതായത് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക് അനുസരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തെ അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവതാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് ഐറ്റംസ് നിങ്ങൾ പല പ്രാവശ്യം പ്രിൻ്റ് ചെയ്യാൻ പാടില്ല, ഒരേ കോഡ് അടിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു കോഡ് നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർ ലൂപ്പോ അല്ലെങ്കിൽ വൈൽ ലൂപ്പോ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു സിംഗിളായിട്ടുള്ള ഒരു ഐറ്റംസിനെ മൾട്ടിപ്പിളായിട്ട് പ്രിൻ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകണ്ട. അതിനായിട്ടും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഏതൊക്കെ തരത്തിലുണ്ടെന്ന്. അതായത് ഇത് അവതാരം എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഐക്കണല്ല ഒരു ഫോട്ടോസ് ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു ലിസ്റ്റ് ഐറ്റംസിന് അടുത്തെന്ന് പറയുന്നത് ഈ തരത്തിലുള്ളതാണ്. അതായത് ഒരു ഐക്കൺ ഉണ്ട്, മുകളിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ താഴെ ഒരു ടെക്സ്റ്റ് ഉണ്ടാകും. ഇതൊരു തരത്തിലുള്ള ഒരു ലിസ്റ്റാണ്. അതുപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇതൊരു തരത്തിലുള്ള ലിസ്റ്റാണ്. അതായത് നമുക്ക് ലെഫ്റ്റിൽ ഒരു ഫോട്ടോസ് ഇടാം, അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റും അതുപോലെ തന്നെ താഴെ ഒരു ടെക്സ്റ്റ് ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു തരത്തിലുള്ള ലിസ്റ്റാണ് ഇതെന്ന് പറയുന്നത് 3 ടെക്സ്റ്റ് ഉണ്ടാകും ഇവിടെ. ഒന്ന് ടൈറ്റിൽ, അതുപോലെ തന്നെ സബ് ടൈറ്റിൽ, പിന്നെ താഴെ ഒരു പിന്നെ ഒരു സബ് ടൈറ്റിൽ. ഇങ്ങനെ 3 തരത്തിലുള്ള 3 ടെക്സ്റ്റുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ലിസ്റ്റ് ടൈപ്പാണ് ഈ ഒരു ലിസ്റ്റ് ടൈപ്പ്. ഈ ഒരു ലിസ്റ്റ് ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെഫ്റ്റിൽ ഒരു ഇമേജ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ആ 3 ടെക്സ്റ്റ് ഉണ്ടാവും. ഇവിടെ മുകളിലുള്ള ആ ഒരു 3 ടെക്സ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇനിയും 2-3 തരത്തിലുള്ള ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഒരു ലെഫ്റ്റിലൊരു ഐക്കണും ഒരു ടെക്സ്റ്റും കാണാൻ സാധിക്കുമല്ലോ. അതിൻ്റെ പകരം നിങ്ങൾക്ക് ലെഫ്റ്റിലൊരു ഐക്കണും 2 ടെക്സ്റ്റും, ലെഫ്റ്റിലൊരു ഐക്കണും 3 ടെക്സ്റ്റും ആക്കാൻ സാധിക്കും. ഇതേപോലെ അതായത് നമുക്ക് ലെഫ്റ്റിൽ ഒരു ഫോട്ടോസും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ ഒരു ഫോട്ടോസും റൈറ്റിൽ ഒരു ടെക്സ്റ്റാണുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ ഒരു ഫോട്ടോസും റൈറ്റിൽ 2 ടെക്സ്റ്റാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിൽ ഒരു ഇമേജും റൈറ്റിൽ 3 ടെക്സ്റ്റാണ് ഉള്ളത്. അതുപോലെ നമുക്ക് ഐക്കൺ, അതായത് ഈ ഇമേജൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഐക്കണും ഇതേപോലെ തന്നെ ഈ 3 രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ സംഭവം തന്നെയാണ്, ഒരു മാറ്റമില്ല. സിമ്പിളായിട്ടുള്ള കോഡാണ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം. നമ്മളിവിടെ ഒന്നിൽ കൂടുതൽ ലിസ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നില്ല, ഒരു ലിസ്റ്റാണ് പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്, ഐഡിയ ഒന്നും ഉപയോഗിക്കാതെ തന്നെ, അതായത് ഫോർ ലൂപ്പ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ഓൺലൈൻ ലിസ്റ്റാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. അതൊക്കെ ഒരു ആട്രിബ്യൂട്ട് ടെക്സ്റ്റ് ഒന്ന് കൊടുക്കുന്നു. രണ്ടാമതെന്ന് പറയുന്നത് ഓൺലൈൻ ഐറ്റം ലിസ്റ്റ് ഐറ്റം. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് വ്യത്യാസമാകുന്നത് ഐറ്റമാണ്. ഞാനിത് ടെക്സ്റ്റ് സൈഡിൽ വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലൊരു ഐക്കൺ, റൈറ്റിലൊരു ടെക്സ്റ്റ്, ഇതാണിത്. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത്, അതായത് നമ്മൾ ആദ്യം ടെക്സ്റ്റ് കൊടുക്കണം, അതായത് മുകളിലുള്ള പോലെ തന്നെ ടെക്സ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റിലാണ് നമുക്ക് ഐക്കണ് വേണ്ടത്. നമുക്ക് റൈറ്റിലിടാം, ലെഫ്റ്റിലിടാം, ഇവിടെ വേണമെങ്കിൽ ഇടാം ഐക്കണ്. ഞാനിവിടെ ലെഫ്റ്റിലാണ് ഇടുന്നത്. ലെഫ്റ്റിൽ നമ്മൾ ഈ ഒരു ബിഡ്ജറ്റ് നമ്മൾ ആഡ് ചെയ്യണം, അതായത് ഐക്കൺ ലെഫ്റ്റ് ബിഡ്ജറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് നമ്മൾ ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ യൂട്യൂബാണ് കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഐക്കണായിട്ട് യൂട്യൂബാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പറയുന്നത് ഇതാണ്, അതായത് ഓൺലൈൻ അവതാർ ഐക്കൺ ലിസ്റ്റാണ്. ഇതും ഒരു തരത്തിലുള്ള ലിസ്റ്റാണ്. ഇതാണ്, അതായത് ഈ മൂന്നാമത്തത് ഇവിടെയാണ് വരുന്നത്. നിങ്ങളോട് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 എണ്ണം ഉണ്ട്. ഒന്ന് പറയുന്നത് ഓൺലൈന്
അവതാർ ഐക്കൺ ലിസ്റ്റ് ഐറ്റം. ഓൺലൈൻ, അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ അവതാറുണ്ട്, അതുപോലെ തന്നെ ഐക്കൺ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടാണ് കൂടുതലായിട്ട് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ടെക്സ്റ്റ് തന്നെയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഐക്കണാണ്. ഇങ്ങോട്ട് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഐക്കൺ ഉണ്ട്. റൈറ്റിലൊരു ഐക്കൺ, ലെഫ്റ്റിലൊരു ഐക്കൺ. ഇതിനൊക്കെ നമുക്ക് ഇവൻറ്റ് വെക്കാൻ സാധിക്കും. ഇവൻ്റ് എന്ന് പറയുന്നത് എന്തില്ല, നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മെനു അതുപോലത്തുള്ള എന്തെങ്കിലും വരുത്താനും നമുക്ക് സാധിക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൺ റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ വിളിച്ചാൽ മാത്രം മതി. അപ്പോൾ അടുത്ത് നോക്കുന്നത് നമ്മുടെ ഓൺലൈൻ അവതാർ ലിസ്റ്റ് ഐറ്റം ആണ്. ഇതെന്ന് പറയുന്നത് ഇവിടെയാണ്, അതായത് ഓൺലൈന് അവതാർ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ വരുന്നതാണ്. അതൊക്കെ നമ്മൾ ആകെ ചെയ്യുന്നത് ഒന്ന് ടെക്സ്റ്റ് കൊടുക്കുകയാണ് ഈ ഒരു ടെക്സ്റ്റിക്ക് വേണ്ടി. അതുപോലെ തന്നെ ലെഫ്റ്റിൻ്റെ അവതാർക്ക് വേണ്ടി നമ്മൾ ലെഫ്റ്റ്, അതായത് ഇമേജ് ലെഫ്റ്റ് വിഡ്ജറ്റ് എന്ന് കൊടുക്കുകയാണ്. ഐക്കൺ ലെഫ്റ്റ് വിഡ്ജറ്റ് അല്ല, ഇമേജ് ലെഫ്റ്റ് വിഡ്ജറ്റ്. അതിൽ നമ്മൾ ഐക്കൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സോഴ്സ് ആണ് കൊടുക്കുന്നത്, അതായത് ഇമേജിൻ്റെ പാത്ത്. ഞാൻ ഓൾറെഡി ആയിട്ട് ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജിൻ്റെ പേര് നമ്മളിവിടെ കൊടുത്താൽ മാത്രം മതി. സെയിം ഡയറക്ടറിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് 2 ലൈൻ ലിസ്റ്റാണ്. ഈ 2 ലൈൻ ലിസ്റ്റിന് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിവിടെ എല്ലാം ഉപയോഗിച്ചത് ഓൺലൈനാണ്. അതായത് ഈ ഒരു ലൈനിക്ക് മുമ്പ് നമ്മൾ 1 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ലൈനിലേക്ക് വരുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആ ഒരു 1 മാറ്റിയിട്ട് 2 ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ഈ 2 ഇട്ടാൽ മാത്രം പോരാ, ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ 1 ഇടാണെങ്കിൽ നമ്മൾ ആകെ ഒരേ ഒരു ടെക്സ്റ്റ് കൊടുത്താൽ മാത്രം മതി. അത് നമ്മുടെ ടെക്സ്റ്റ് മാത്രമാണ്. ആ ഒരു ടെക്സ്റ്റ് കൊടുക്കണം, നമുക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് വരുന്നത്. പക്ഷെ നമുക്ക് അടുത്തൊരു സബ് ടെക്സ്റ്റും വരേണ്ടത് കൊണ്ട് നമ്മൾ സെക്കൻഡറി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. ആ ഒരു ആട്രിബ്യൂട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അടുത്തൊരു സബ് ടൈറ്റിലായിട്ടുള്ള ഒരു ടെക്സ്റ്റ് വരുള്ളൂ. അതാണ് രണ്ടാമത്തെന്ന് പറയുന്നത് 2 ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 ലൈൻ ഇമേജ്, 2 ലൈൻ അവതാർ ഇമേജ്, ഇതൊക്കെ സെയിം ആണ്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ലെഫ്റ്റിൽ വരണമെങ്കിൽ നിങ്ങൾ അവതാർ ചേർത്താൽ മതി. ലെഫ്റ്റിൽ ഐക്കൺ വരണമെങ്കിൽ 2 ലൈൻ ഐക്കണ് ലിസ്റ്റ് ഐറ്റംസ് ഒന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിലും ഇതേപോലെ തന്നെ വരണമെങ്കിൽ, അതായത് ഇവിടെ വെടിച്ചിട്ട്, അതായത് ലെഫ്റ്റിൽ ഐക്കണ് റൈറ്റിലും ഐക്കണ്, ഈ ഒരു ടെക്സ്റ്റ് 3 ടെക്സ്റ്റ് വരണമെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 2 ലൈന് അവതാർ ലിസ്റ്റ് ഐറ്റംസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ആ ഒരു ഐക്കണോട് കൂടിയുള്ള ഒരു ലിസ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. അടുത്തെന്ന് പറയുന്നത് 3 ലൈനാണ്. 3 ലൈനിക്ക് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഒരു 2 മാറ്റിയിട്ട് 3 ഇട്ടാൽ മാത്രം മതി. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ്. ആ ഒരു ടെക്സ്റ്റ് മാത്രം നമ്മൾ ഇടണമെങ്കിൽ, അതായത് മൂന്നാമത്തെ ഒരു ടെക്സ്റ്റ് ഉണ്ട് നമുക്ക്, ഈ ഒരു മൂന്നാമത്തെ ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സിമ്പിളായി തന്നെ ആ ഒരു ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാൽ മതി. ടെറിട്ടറി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് അതിലേക്ക് എന്ത് കൊടുക്കുകയാണോ അതാണ് നമ്മൾക്കിവിടെ മൂന്നാമത് പ്രിൻറ്റ് ചെയ്യുന്നത്. മൂന്നാമതിൽ നമ്മൾക്ക് എന്തെങ്കിലും അവതാരമാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട്, അതായത് നമ്മൾ ആദ്യം 1 2 കൊടുത്ത അതേ മെത്തേഡ് തന്നെയാണ്. ആ ഒരു 3 മാത്രം മാറ്റിയാൽ മതി. 3 ലൈന് അവതാർ ലിസ്റ്റ് ഐറ്റം എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലൊരു അവതാർ കിട്ടും. നിങ്ങൾക്ക് അവതാർ വേണ്ടെങ്കിൽ ഇവിടെ അവതാർ മാറ്റിയിട്ട് ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തുള്ളൊരു ഐക്കൺ വരും. പക്ഷേ ഇവിടെ 3 ടെക്സ്റ്റ് വരും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റിലും ലെഫ്റ്റിൽ വരണമെങ്കിൽ അവതാർ ഐക്കൺ ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഐക്കൺ 3 ടെക്സ്റ്റും വരും. ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലത്തുള്ള ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മൾ പൊതുവെ എല്ലാ ഇതിലും ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കഴിയുന്നത്ര ഞാൻ ആൻസർ തരാൻ നോക്കാം.